മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ ജാമ്യ ഹർജിയിൽ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ഇന്ന് വാദം കേൾക്കും. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെയാണ് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ സമീപിച്ചത്. SIT റിപ്പോർട്ട് കോടതിയിൽ നൽകും. അതോടൊപ്പം തന്നെ കൂടുതൽ തെളിവുകൾ നൽകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഷീജയുണ്ട് വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി. ഷീജ, ഇന്നിപ്പോൾ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യ ഹർജി എത്തുകയാണ്. ആ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം SIT റിപ്പോർട്ട് കോടതിയിലേക്ക് വരുന്നു. ഒരുപക്ഷേ മറ്റു ചില പ്രധാനപ്പെട്ട തെളിവുകളും കോടതിയിൽ സമർപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ജാമ്യത്തെ ശക്തമായ രീതിയിൽ തന്നെയാണ് പ്രോസിക്യൂഷൻ എതിർക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ കൂടുതൽ തെളിവുകളടക്കം രാഹുലിനെതിരെ കോടതിയിൽ സമർപ്പിക്കാനായിട്ടുള്ള ഒരു SITയുടെ നീക്കമെന്ന് പറയുന്നത്. പ്രധാനമായും ഈ മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ജാമ്യ ഹർജി അത് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ആണ് ഇന്ന് വാദം കേൾക്കുന്നത്. നേരത്തെ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് രാഹുൽ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയെ ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുലിനെതിരെ നടത്തിയിട്ടുള്ള SITയുടെ കണ്ടെത്തലുകൾ, പ്രത്യേകിച്ചും ആ പെൺകുട്ടി നൽകിയിട്ടുള്ള തെളിവുകൾ അടക്കം കോടതിയിൽ നൽകിക്കൊണ്ട് പൂർണ്ണമായും ഈ ജാമ്യാപേക്ഷയെ എതിർക്കുക എന്നുള്ളത് തന്നെയാണ് പ്രോസിക്യൂഷൻ തീരുമാനിച്ചിട്ടുള്ളത്. ആ രീതിയിലുള്ള നടപടികൾ പ്രോസിക്യൂഷൻ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയുമാണ്. ഇവിടെ ഷീജ, ഇന്നിപ്പോൾ ഈ ജാമ്യ ഹർജി പരിഗണനയിലേക്ക് വരുമ്പോൾ തന്നെയാണ് ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് ഒന്നാമത്തെ ആദ്യ അതിജീവിതയുമായി ബന്ധപ്പെട്ട് സംഭവിച്ചതല്ലേ. ഇന്നലെ കോടതിയിൽ ജാമ്യ ഹർജി പരിഗണിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ നൽകിയ അവരുടെ സത്യവാങ്മൂലത്തിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ആക്ഷേപങ്ങൾ, അതായത് 10ഓളം പീഡനങ്ങളുമായി ബന്ധപ്പെട്ട വിവരം അന്വേഷണ സംഘം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വരെ ഇയാൾ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട ചില വെളിപ്പെടുത്തലുകൾ ഹൈക്കോടതിയിൽ ഒന്നാമത്തെ കേസിലെ അതിജീവിത ഇന്നലെ സത്യവാങ്മൂലത്തിൽ നൽകിയിരുന്നു. അപ്പോൾ ഇയാളൊരു സീരിയസ് ഒഫൻഡറാണ്, ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഇനിയും ചെയ്യാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജാമ്യ ഹർജിയെ പരമാവധി എതിർക്കുക എന്നതായിരിക്കില്ലേ പ്രോസിക്യൂഷന്റെ നിലപാട്? തീർച്ചയായും അതിൽ ഒരു തരത്തിലുള്ള സംശയമില്ല. പൂർണ്ണമായും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ജാമ്യത്തെ പ്രോസിക്യൂഷൻ എതിർക്കുന്നതായിരിക്കും. പ്രധാനമായും അവർ ചൂണ്ടിക്കാട്ടാൻ പോകുന്നത്, ഒന്ന്, ഈ മൂന്നാമത്തെ കേസിന്റെ കാര്യത്തിൽ മാത്രം പറയുകയാണെങ്കിൽ മൂന്നാമത്തെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പെൺകുട്ടിയെ സമൂഹ മാധ്യമത്തിലടക്കം അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള നടപടികൾ രാഹുലിന്റെ സുഹൃത്തുക്കളുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ രാഹുൽ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുന്നതടക്കമുള്ള നടപടികൾ, തെളിവുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ, അതൊക്കെ സ്വാഭാവികമായും ഉണ്ടാകും. പ്രത്യേകിച്ചും ഒരു സ്ഥിരം കുറ്റവാളി എന്ന നിലയിൽ തന്നെയാണ് രാഹുലിനെ കാണേണ്ടത്. കാരണം ഒരു പെൺകുട്ടിക്ക് മാത്രമല്ല ഇത്തരത്തിലൊരു ദുരവസ്ഥ നേരിടേണ്ടി വന്നിട്ടുള്ളത്. നിരവധി പെൺകുട്ടികളെയാണ് ഈ രീതിയിൽ രാഹുൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത്രത്തോളം ക്രിമിനൽ മനോഭാവമുള്ള ഒരു വ്യക്തി കൂടിയാണ് രാഹുൽ എന്ന് പറയുന്നത് എന്നുള്ള കാര്യം പ്രോസിക്യൂഷൻ കോടതിയിൽ വ്യക്തമാക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും രാഹുലിന് ജാമ്യം അനുവദിക്കരുത് എന്നുള്ള കാര്യം തന്നെയാണ് നിലവിൽ ഇപ്പോൾ പ്രോസിക്യൂഷന്റെ വാദം പ്രധാനമായും ഉണ്ടാവുക. ഈ പ്രോസിക്യൂഷന്റെയും അതോടൊപ്പം തന്നെ പ്രതിഭാഗത്തിന്റെയും വാദത്തിന് ശേഷമായിരിക്കും ഏതായാലും ഇതിൽ വിധിയിലേക്ക് കോടതി കടക്കുക. ഇന്ന് പ്രധാനമായും വാദമായിരിക്കും നടക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ശരി, ഓക്കെ, താങ്ക് യു ഷീജ.